ഒരു ചിട്ടി കമ്പനിയായിട്ടാണ് KSFE പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ ചിട്ടിക്കപ്പുറത്തേക്ക് പല തരത്തിലുള്ള സേവനങ്ങൾ KSFE ഉപഭോക്താക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതായത് KSFEയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീമുകളും ലോണുകളും ഉണ്ട്. ഇന്നത്തെ ഈ ചാപ്റ്റർ KSFEയിലെ ലോണുകളെ പറ്റിയാണ്. KSFE പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ലോണുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ഏറ്റവും സിമ്പിളായി ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. KSFE ഗോൾഡ് ലോൺ. വ്യത്യസ്തങ്ങളായ പല തരത്തിലുള്ള ഗോൾഡ് ലോണുകൾ KSFE പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് KSFE ജനമിത്രം ഗോൾഡ് ലോൺ. തിരിച്ചടവ് EMI രീതിയിൽ ചെയ്യാവുന്ന ഗോൾഡ് ലോൺ ആണ് ജനമിത്രം ഗോൾഡ് ലോൺ. സാധാരണഗതിയിൽ 1 വർഷം കാലാവധിയിലേക്കാണ് ഈ ലോണുകൾ നമുക്ക് ലഭിക്കുക. 4.90% ആണ് ഇതിൻ്റെ പലിശ. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുതലും പലിശയും കൂടി 12 ഈക്വൽ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചടക്കാം. ഈ ഗോൾഡ് ലോൺ കൃത്യസമയത്ത് തിരിച്ചടച്ചില്ല എങ്കിൽ ഇതിൻ്റെ പലിശ കൂടും. പലിശ 12% ഉയരും. ഇനി മറ്റൊരു തരം ഗോൾഡ് ലോൺ ആണ് സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ലോൺ സ്കീമാണിത്. പൂർണ്ണമായിട്ടും ഓൺലൈൻ രീതിയിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. KSFEയുടെ മൊബൈൽ ആപ്പായ KSFE പവർ വഴി വളരെ നല്ല രീതിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ സ്കീം പ്രകാരം നമ്മുടെ കൈവശമുള്ള ഗോൾഡിന്റെ അളവ് അനുസരിച്ച് 50,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള ലോൺ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ സ്കീമിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരമൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ കൈവശമുള്ള സ്വർണം അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ KSFEയിൽ പ്ലെഡ്ജ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് പണത്തിന് എപ്പോഴാണോ ആവശ്യം വരുന്നത്, അതായത് എപ്പോഴാണോ നമുക്ക് ലോൺ ആവശ്യമായിട്ട് വരുന്നത്, ആ ഒരു സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് പണം പിൻവലിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കൺവീനിയന്റ് ആയ രീതിയിൽ ഇത് തിരിച്ചടയ്ക്കാനും സാധിക്കുന്നതാണ്. നമ്മൾ എത്രയാണോ പ്ലെഡ്ജ് ചെയ്ത സ്വർണം അതനുസരിച്ചാണ് നമുക്ക് ലഭിച്ചേക്കാവുന്ന മാക്സിമം ലോൺ നിർണ്ണയിക്കപ്പെടുന്നത്. 10.5% ഈ ലോണിന്റെ പലിശ. നോർമലി 12 മാസം കൊണ്ടാണ് ഇത് തിരിച്ചടയ്ക്കേണ്ടത്. 12 മാസം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് അടച്ച് റിന്യൂ ചെയ്താലും മതിയാകും. ഇനി മറ്റൊരു തരത്തിലുള്ള ഗോൾഡ് ലോൺ ആണ് പ്രീമിയം ഗോൾഡ് ലോൺ. നമ്മുടെ കൈവശമുള്ള സ്വർണത്തിന്റെ മാർക്കറ്റ് വാല്യൂവിന്റെ 80% വരെ നമുക്ക് ലോൺ ആയിട്ട് ലഭിക്കുന്ന സ്കീമാണിത്. 10.25% ഈ ലോണിന്റെ വാർഷിക പലിശ. സാധാരണഗതിയിൽ 90 ദിവസത്തേക്കാണ് ഈ ലോൺ നമുക്ക് തരിക. ഇതിന്റെ പലിശ മന്ത്ലി പേ ചെയ്യാവുന്നതാണ്. മറ്റൊരു തരം ഗോൾഡ് ലോൺ കൂടിയുണ്ട് KSFEയിൽ. അത് ജനറൽ ഗോൾഡ് ലോൺ ആണ്. നമ്മളൊക്കെ സാധാരണഗതിയിൽ പെട്ടെന്ന് പണത്തിന് ആവശ്യം വരുമ്പോൾ സ്വർണം ബാങ്കിലൊക്കെ പണയം വെച്ച് പണം കണ്ടെത്താറുണ്ട്. ഇതേ രീതിയിൽ KSFEയിൽ നമുക്ക് സ്വർണം പണയപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതായത് നമുക്ക് എമർജൻസി ആയിട്ട് ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മുടെ കൈവശമുള്ള സ്വർണം KSFEയിൽ പണയപ്പെടുത്തി നമുക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. സാധാരണഗതിയിൽ 1 വർഷത്തേക്കാണ് ഇത്തരത്തിലുള്ള ലോണുകൾ നൽകുന്നത്. 1 വർഷം കഴിയുമ്പോൾ പലിശ അടച്ച് പുതുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ 3 വർഷം വരെ പലിശ അടച്ച് ഈ ലോൺ പുതുക്കാൻ വേണ്ടി സാധിക്കും. ഈ ലോണിന്റെ പലിശ 20,000 വരെയുള്ള ലോൺ തുകയ്ക്ക് 7.5%, 20,000 മുകളിലാണ് നമ്മൾ എടുത്ത ലോൺ എങ്കിൽ 9.25%. അപ്പോൾ നമ്മൾ 4 തരത്തിലുള്ള ഗോൾഡ് ലോണുകൾ പരിചയപ്പെട്ടു. ഇനി അടുത്തതായിട്ട് KSFE നൽകുന്ന മറ്റൊരു തരം ലോണാണ് KSFE ഹോം ലോൺ. വീട് നിർമ്മിക്കാൻ, വീട് മേടിക്കാൻ, വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം മേടിക്കാൻ, നിലവിലുള്ള വീട് റിനോവേറ്റ് ചെയ്യാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ലോൺ KSFE നൽകുന്നത്. വ്യക്തമായ ഈടുകളോടെ 1 കോടി രൂപ വരെ ഈ സ്കീമിൽ നമുക്ക് ലോൺ ലഭിക്കുന്നതാണ്. 9.5% ഈ ലോണിന്റെ പലിശ. ഈ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയുള്ള കാലാവധി 30 വർഷത്തേക്ക് അല്ലെങ്കിൽ ലോൺ എടുത്തയാൾക്ക് 70 വയസ്സ് ആകുന്നത് വരെ, ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ ഒരു പീരീഡിനുള്ളിൽ ഇത് തിരിച്ചടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിലവിൽ 35 വയസ്സുള്ള ഒരാൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് 30 വർഷം കൊണ്ട് ഈ ലോൺ തിരിച്ചടച്ചാൽ മതിയാകും. എന്നാൽ 45 വയസ്സുള്ള ഒരാൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ
അയാൾക്ക് 70 വയസ്സാകുമ്പോഴേക്കും, അതായത് 25 വർഷമേ ഉള്ളൂ 70 വയസ്സാകാൻ വേണ്ടി, അതിനിടയിൽ ഈ ലോൺ തിരിച്ചടക്കണം. ഇനി മറ്റൊരു ലോൺ സ്കീമാണ് KSFE പേഴ്സണൽ ലോൺ. KSFEയിലെ കസ്റ്റമേഴ്സിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള, നല്ല ക്രെഡിബിലിറ്റി ഉള്ള കസ്റ്റമേഴ്സിനാണ് ഇത്തരത്തിലുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുക. 30 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോണായിട്ട് KSFE പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പലിശ 11.5% മുതൽ 11.9% വരെയാണ്. സാധാരണഗതിയിൽ 72 മാസം കൊണ്ടാണ് ഈ ലോൺ തിരിച്ചടയ്ക്കേണ്ടത്. ഇനി KSFEയിലെ മറ്റൊരു ലോൺ സംവിധാനമാണ് ചിട്ടി ലോൺ. നമ്മൾ മിക്കപ്പോഴും ചിട്ടിയിൽ ചേരുന്നത് ഒരു ലോണിന് പകരക്കാരനായിട്ട് ചിട്ടിയെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ചിട്ടി നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ലഭിക്കണം. നമുക്ക് ലേലത്തിൽ അല്ലെങ്കിൽ നറുക്കിൽ നമുക്ക് ചിട്ടി ലഭിക്കണം. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ലഭിക്കണം എന്നില്ല. ചിട്ടി ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടാത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്കീമാണ് ചിട്ടി ലോൺ എന്നത്. നമ്മൾ ചിട്ടിയിൽ ചേർന്ന് ചിട്ടിയുടെ മൊത്തം ഇൻസ്റ്റാൾമെന്റിന്റെ 10% അടച്ചു കഴിഞ്ഞാൽ ഈ ലോൺ ലഭിക്കാനുള്ള അർഹതയായി. ചിട്ടിത്തുകയുടെ 50% വരെയാണ് ഈ ലോൺ ലഭിക്കുക. 12.75% ഈ ലോണിന്റെ പലിശ. വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ 2 ലക്ഷം രൂപയുടെ ഒരു ചിട്ടിയിൽ ചേർന്നു എന്ന് വിചാരിക്കുക. 40 അടവുകളുള്ള, ഒരു മാസം 5000 വെച്ച് അടയ്ക്കേണ്ട ചിട്ടിയാണ്. അപ്പോൾ ഇവിടെ 1 ലക്ഷം രൂപ വരെ, അതായത് ചിട്ടിത്തുകയായ 2 ലക്ഷത്തിന്റെ 50%, 1 ലക്ഷം രൂപ വരെയാണ് ഈ ലോൺ ലഭിക്കുക. ഇനി ഈ ലോൺ ലഭിക്കണമെങ്കിൽ ഇവിടെ മൊത്തം 40 ഇൻസ്റ്റാൾമെന്റ് ഉള്ളത്. അതിന്റെ 10% എന്ന് പറയുന്നത് 4 ഇൻസ്റ്റാൾമെന്റ് ആണ്. 4 ഇൻസ്റ്റാൾമെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ ലോൺ ലഭിക്കാനുള്ള അർഹതയായി. നമ്മൾ ചിട്ടി പിടിച്ച് പണം കിട്ടുമ്പോൾ പലതരത്തിലുള്ള ഈടുകൾ KSFE കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈടുകൾ കൊടുത്താണ് ഈ ലോൺ എടുക്കേണ്ടത്. ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ തിരിച്ചടവെന്ന് പറയുന്നത് നമ്മൾ ചിട്ടിത്തുക കൃത്യമായിട്ട് അടച്ചു പോവുക എന്നത് മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചിട്ടി ലഭിക്കുമല്ലോ. ചിട്ടി ലഭിക്കുമ്പോൾ ആ ചിട്ടിത്തുകയിൽ നിന്നും നമ്മുടെ ഈ ലോണിന്റെ മുതലും പലിശയും അഡ്ജസ്റ്റ് ചെയ്യും. ഇനി ഇതേപോലെ തന്നെ ചിട്ടി ലഭിക്കാത്ത കസ്റ്റമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ലോണാണ് KSFE പാസ്ബുക്ക് ലോൺ. ഇത്തരം ലോൺ ലഭിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഈടുകളൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. നമ്മുടെ പാസ്ബുക്കിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിട്ടിയിലേക്ക് എത്രയാണോ നിലവിൽ അടച്ചിരിക്കുന്നത് ആ തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു ലോൺ നമുക്ക് ലഭിക്കും. 11% ഈ ലോണിന്റെ പലിശ. അതായത് ഞാനിപ്പോൾ 2 ലക്ഷം രൂപയുടെ ഒരു ചിട്ടിയിൽ ചേർന്നു. മാസം 5000 രൂപ അടയ്ക്കേണ്ട ചിട്ടിയാണ്. അപ്പം 10 മാസം ഞാൻ അടച്ചു എന്ന് വിചാരിക്കുക. 10 മാസം കൊണ്ട് ഞാൻ അടച്ച ഒരു തുകയുണ്ടല്ലോ, ആ തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു ലോൺ എനിക്ക് ഈ പാസ്ബുക്കിന്റെ മാത്രം ഈടിൽ ലഭിക്കും. ഇനി KSFE അവതരിപ്പിക്കുന്ന മറ്റൊരു ലോൺ സ്കീമാണ് കൺസ്യൂമർ വെഹിക്കിൾ ലോൺ. അതായത് വാഹനങ്ങൾ വാങ്ങാൻ, 2 വീലർ മേടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കാർ മേടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സുകൾ മേടിക്കുന്നതിന് വേണ്ടി, ടെലിവിഷൻ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ മേടിക്കുന്നതിന് വേണ്ടി KSFE പ്രൊവൈഡ് ചെയ്യുന്ന ലോണാണിത്. പരമാവധി 30 ലക്ഷം രൂപ വരെയാണ് ഈ സ്കീം അനുസരിച്ച് ലോൺ ആയിട്ട് ലഭിക്കുക. 12 മാസം മുതൽ 60 മാസം വരെയുള്ള കാലാവധിയിലേക്കാണ് സാധാരണയായിട്ട് ഈ ലോൺ കിട്ടുന്നത്. ഇനി KSFE പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ലോണാണ് KSFE സുഗമ അക്ഷയ ഓവർഡ്രാഫ്റ്റ് സ്കീം. ഈ ലോൺ എല്ലാവർക്കും ലഭിക്കില്ല. ഗവൺമെന്റ് എംപ്ലോയീസിന്, എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലെ അധ്യാപകർക്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എംപ്ലോയീസിന്, ഇവർക്കൊക്കെ അവരുടെ സാലറി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ലോണ് ലഭിക്കുക. 5 ലക്ഷം രൂപ വരെയാണ് ഈ സ്കീമിൽ ലഭിക്കുക. 13% പലിശ. ഈ ലോൺ ലഭിക്കാൻ അർഹതയുള്ള ആളുകൾക്ക് KSFEയിൽ സുഗമ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ പണം പിൻവലിക്കാൻ വേണ്ടി സാധിക്കും. KSFE പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ലോണുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.